യെസ് ഹലോ ഹായ് മക്കളെ. ഓക്കെ, എല്ലാവർക്കും വെൽക്കം. യെസ് ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിന്റെ USSനായിട്ട് എല്ലാവരും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ആ ഒരു പഠനം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഇംഗ്ലീഷിന്റെ മൂന്നാമത്തെ ഒരു ക്ലാസ് ആണിത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ് ആണിത്. സോ എന്ത് ചെയ്യാം, എല്ലാവരും നന്നായിട്ട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് അവസാനം വരെ കാണുക കേട്ടോ. അതേപോലെ പഠനം, അതായത് USS അടുക്കാറായി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അതിനായിട്ടുള്ള പഠിത്തം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തില്ല, അധികം വൈകിപ്പിക്കുന്നില്ല. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയും. അടിപൊളിയായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണോ, നമുക്ക് USS നേടിയെടുക്കണം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, എയ്തർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ് ഡാഷ് റെഡി. ഇതേപോലൊരു ചോദ്യം നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ആദ്യമായിട്ടായിരിക്കും കാണുക അല്ലെ. എയ്തർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ് ഡാഷ് റെഡി. മക്കളെ, ഇത് എയ്തർ ഓർ എന്ന് പറയുന്ന യൂസേജിന്റെ ഭാഗമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എയ്തർ ഉണ്ട്, ഇവിടെ ഓർ ഉണ്ട്. ഈ ഒരു യൂസേജിന്റെ ഭാഗമായിട്ട് വരുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടാൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ബ്ലാങ്ക് കണ്ടോ, ഈ ബ്ലാങ്കിന്റെ അടുത്ത് കിടക്കുന്ന ക്ലോസസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് ചെയ്ത് നോക്കാം. തൊട്ടടുത്ത സബ്ജക്ട് ഏതാ? സ്റ്റുഡൻസ് ആണ്. അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? എന്തുവാ സിംഗുലർ? സിംഗുലർ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതലാണെങ്കിൽ പ്ലൂറൽ. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ എന്നാണ്, ഒന്നിൽ കൂടുതലുണ്ട്, സോ പ്ലൂറൽ ആണ്. സബ്ജക്ട് പ്ലൂറൽ ആയാൽ വെർബും സിംഗുലറാ? അല്ല, പ്ലൂറൽ ആണ്. സോ ഇതിനകത്ത് ഏത് വരും? ഈസ് വരുമോ, ആറ് വരുമോ, വാസ് വരുമോ, ബി വരുമോ? ഏതാ വരിക? യെസ്, ആറ് വരും അല്ലെ. അത്രേ ഉള്ളൂ, സെറ്റ്. ഓക്കെ, ബ്ലാങ്കിന്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ. സെറ്റ്. ഓക്കെ, യെസ്, ആൻസർ 6. ഓക്കെ, ദെൻ നെയ്തർ റോഹൻ, ഇത് സെയിം തന്നെ യൂസേജ്, നെയ്തർ നോ എന്ന് പറയും കേട്ടോ. അപ്പൊ നെയ്തർ റോഹൻ നോ ഹിസ് ഫ്രണ്ട് ഡാഷ് കം യെറ്റ്. ഇത് ഏത് വരും? കുറച്ചെങ്കിലും പേർക്ക് ഡൗട്ട് വരും. ഹാസ് വരുമോ, ഹാഡ് വരുമോ? മക്കളെ, ഇവിടെ യെറ്റ് എന്നൊരു സാധനം കിടപ്പുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കണം സംഭവം നടക്കുന്ന പ്രസന്റിലാണ്. ഓക്കെ, പ്രസന്റ് ഒരു ഏതെങ്കിലും ഒരു ടെൻസിലാണ് വരുന്നത്. സോ ഹാഡിനെ അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യേണ്ടി വരാം. ഫാസ്റ്റ് ആയിപ്പോയി, വേണ്ട. ഓക്കെ, ദെൻ നമുക്ക് ഏത് ഉപയോഗിക്കാം? ഫ്രണ്ട് എന്ന ബ്ലാങ്കിന്റെ അടുത്ത് കിടക്കുന്ന ക്ലോസ് സബ്ജക്ട് നോക്കണം. ഫ്രണ്ട്സ് എന്നല്ല, ഫ്രണ്ട് എന്നാണ്. സോ ഫ്രണ്ട്സ് ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കാമായിരുന്നു, കാരണം പ്ലൂറൽ ഹാവ് വന്നേനെ. സോ ഹാവ് അല്ല, ആറും വരൂല. സോ ഏതാ ഉത്തരം? ഹാസ്, കാരണം ഫ്രണ്ട് സിംഗുലർ, വെർബായിട്ടുള്ള ഹാസും സിംഗുലർ. സെറ്റ്, ഉത്തരം ഹാസ്. അപ്പൊ സബ്ജക്ട് സിംഗുലർ എങ്കിൽ വേർബും സിംഗുലർ, സബ്ജക്ട് പ്ലൂറൽ എങ്കിൽ വേർബും പ്ലൂറൽ. ഓക്കെ, ഹാസ് ആണ് ആൻസർ കേട്ടോ. ഓക്കെ, സെറ്റ്. ദെൻ മൂന്നാമത്തെ ചോദ്യം, എയ്തർ ദ മാംഗോസ് ഓർ ദ ബനാന ഡാഷ് റൈറ്റ്. ഓക്കെ, ബ്ലാങ്കിന്റെ എടുക്കുന്ന സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ബനാന ഒന്നേ ഉള്ളൂ, സിംഗുലർ ആണ്. സോ ആറ് വരില്ല, ഹാവ് വരില്ല, വേറെ വരില്ല. ആൻസർ ഏതാ? ഈസ്. സെറ്റ്. ഓക്കെ, അപ്പൊ ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നാൽ അടിപൊളിയാക്കൂലേ? ഓക്കെ, സെറ്റ് ആണ്. ദെൻ എയ്തർ ഐ ഓർ മൈ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് എന്നാണ്, ഡാഷ് ഗോയിങ് ടുമോറോ. ഫ്രണ്ട്സ് പ്ലൂറൽ ആണ്, സോ ആം വരില്ല, ഈസ് വരില്ല, ഹാവ് വരില്ല. ഹാവ് ഒരു ആറ് വരുമോ? ഹാവ് ഒരു ആറ് വരുമോ? യെസ്, 6. ഓക്കെ, സെറ്റ് ആണ്. ഇതേപോലെ എന്ത് ചെയ്യുക, സെറ്റാക്കി എന്ത് ചെയ്യുക, എഴുതുക കേട്ടാ. ഓക്കെ, ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡൗട്ട് വരരുത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ഒരു പ്രിപ്പോസിഷൻ ആണ്, ശ്രദ്ധിച്ചോ. ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹീസ് ടയേർഡ് ഡാഷ് ദെയർ കംപ്ലൈൻസ്. ഓക്കെ, ഹീസ് ടയേർഡ്, അവന്റെ കംപ്ലൈൻസ് കൊണ്ട് അല്ലെ, ഓഫ് ദെയർ കംപ്ലൈൻസ്, അവന്റെ അല്ല അവരുടെ കംപ്ലൈൻസിനാൽ അവൻ ടയേർഡായി. ഓക്കെ, അപ്പൊ എന്ത് വരും? എബൌട്ട് വരുമോ? ഇല്ല. കുറിച്ച് അങ്ങനെ വരില്ല. ഓൺ വരില്ല. ഇൻ വരുമോ? ഇല്ല. സോ എന്താ ആൻസർ? ഓഫ്. സോ ഹീസ് ടയേർഡ് ഓഫ് ദെയർ കംപ്ലൈൻസ്. ഓക്കെ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഹീസ് ടയേർഡ് ഓഫ് ദെയർ കംപ്ലൈൻസ്. ഓക്കെ, പ്രിപ്പോസിഷൻസിന്റെ പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓഫ് ആണ്. ഓക്കെ, ദെൻ ഹീസ്, ഇതെപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹീസ് ഫോണ്ട് ഡാഷ് ടി. ഈ ഓഫും കാണും, ഈ ഓഫും കാണും. ഈ ഓഫ് ഒരിക്കലും എഴുതല്ലേ. ഓക്കെ, ദെൻ ഇന്ന് വരൂല, അറ്റ് വരൂല. ആൻസർ ഏതാ? ഓഫ് ആണ്. ഈ ഓഫ് ആയിരിക്കും. ഓക്കെ, സെറ്റ് ആണ്. ഹീസ് ഫോണ്ട് ഓഫ് ടി. സെറ്റ് അല്ലേ? ഓക്കെ, then we will meet you dash 5 PM. മക്കളെ, ടൈം ഒരു ടൈം ആണ് എങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഇൻ അല്ല, ഓൺ അല്ല, ബൈ അല്ല. ഉത്തരം ഏതാ? അറ്റ് ആണ് കേട്ടോ. ഓക്കെ, ആ സെറ്റ് ആക്കണേ. അപ്പൊ ആൻസർ ഏതാ? അറ്റ് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? അറ്റ് ആണ്. then his birthday is dash ജൂൺ. ജൂണിലാണ് അവളുടെ ബർത്ത്ഡേ. ശ്രദ്ധിക്കുക, രണ്ട് ഡൗട്ട് വരും. അറ്റും ബൈയും അല്ല, ഓൺ ആണോ ഇന്നാണോ എന്നാണ് ഡൗട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, മന്ത് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, അങ്ങനെ തന്നെ പഠിക്കണം. മന്ത് മാത്രം, ഇവിടെ മാസം മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ഇൻ ഉപയോഗിക്കാം. എന്ത് ഉപയോഗിക്കണം? ഇൻ ഉപയോഗിക്കാം. സോ ഇവിടുത്തെ ആൻസർ ഇൻ ആണ്. സെറ്റ് ആക്കി. മന്ത് മാത്രമേ ഉള്ളൂ, ഇത് മന്ത് മാത്രം. ഇപ്പൊ ഡിസംബർ എന്ന് തരുവാണ്. ഓക്കെ, ഡിസംബർ
ഓക്കെ, അതായത് ഇൻ ഡിസംബർ എന്ന് തന്നെ ഉപയോഗിക്കാം. ഓൺ ഡിസംബർ തെറ്റാണ്. അതേപോലെ ജൂലൈ ഓൺ ഉപയോഗിക്കരുത്, അത് തെറ്റാണ്. ഇൻ തന്നെ ഉപയോഗിക്കാം. അതേപോലെ മെയ് ഇൻ തന്നെ ഉപയോഗിക്കാം കേട്ടോ. മന്ത് മാത്രം, ഓക്കെ, മന്ത് മാത്രം തരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇൻ തന്നെ ഉപയോഗിക്കണേ. അപ്പൊ ഹർ ബർത്ത്ഡേ ഈസ് ഇൻ ജൂൺ. ഇനി എപ്പോഴാ മാറ്റം വരുന്നത് കണ്ടോ. ദി ഫെസ്റ്റിവൽ വിൽ ബി ഹെൽഡ് 25th December. സ്പെസിഫിക് ഡേറ്റ് എടുത്ത് തരുമ്പോ എന്താ, ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് തരുമ്പോൾ, നേരത്തെ നമ്മൾ കണ്ടപ്പോൾ മന്ത് മാത്രമേ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് തന്നു, 25th December എന്ന് തന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇത് ഉപയോഗിക്കാനുള്ളത്, ഓൺ ഉപയോഗിക്കാനുള്ളത്. സെറ്റ് അല്ലേ? മന്ത് മാത്രമാണെങ്കിൽ ഇൻ ഉപയോഗിക്കാം, ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ എന്ത് ഉപയോഗിക്കാം, ഓൺ ഉപയോഗിക്കാം. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അങ്ങനെ തിരിഞ്ഞു പോരുത് കേട്ടോ. ഓക്കെ, ഓൺ ആണേ. ദ പ്രോജക്ട് വാസ് കംപ്ലീറ്റഡ്. ഇതിന് വലിയ ഡൗട്ട് ഒന്നുമില്ല. ഇയർസിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ വർഷങ്ങളുടെ മുന്നിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പോഷൻ എന്ന് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ഏതാ, ഇന്നാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആണ്. ഒന്നും കൂടി പറയാം, മന്ത് സ്പെസിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ മന്ത് മാത്രമേ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻ ഉപയോഗിക്കാം. ഇൻ ജൂൺ, ഇൻ ഡിസംബർ, ഇൻ മെയ്, ഇൻ ജൂലൈ. ഓക്കെ, ഇൻ ഡിസംബർ 25 അല്ലെങ്കിൽ ഇൻ 25th December എന്ന് പറയില്ല. ഓൺ 25th December, ഓൺ 21st May, ഓൺ 18th June, ഓൺ 23rd October അങ്ങനെ പറയുള്ളൂ കേട്ടോ. സോ അത് മനസ്സിലാക്കി പഠിക്കാം. ഇയേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇൻ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, സെറ്റ് അല്ലേ? സോ പ്രിപ്പോസിഷൻസിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, സെറ്റ്. Then find the figure of speech used in the line. Okay, figure of speech നമ്മൾ എപ്പോഴും കാണുന്നതാണ്. നിങ്ങൾ ഒരുപാട് figure of speech ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിക്കുന്നുണ്ട്. alliteration, assonance, അതേപോലെ personification, simile, metaphor പോലുള്ള സാധനങ്ങൾ. ഓക്കെ, സോ ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന figure of speech എന്ന് കണ്ടുപിടിക്കണം. സെറ്റ് അല്ലേ? ഓക്കെ, നോക്കാം. The flowers danced in the gentle breeze. കണ്ടോ, ഫ്ലവേഴ്സ് നൃത്തം ചെയ്തു എന്നാ പറയാം. നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ക്വാളിറ്റിയാണ്. അതെന്ത് ചെയ്യുന്നു, ഫ്ലവേഴ്സിലേക്ക് കൊടുത്തിരിക്കുകയാണ്. സോ മനുഷ്യന്റെ ക്വാളിറ്റി, മനുഷ്യൻ, പേഴ്സൺ. കിട്ടി, ഉത്തരം എന്തുവാ, പെർസോണിഫിക്കേഷൻ. സെറ്റ്. അത്രേ ഉള്ളൂ. മനുഷ്യന്റെ ക്വാളിറ്റി, അതിന് ഇൻഅനിമേറ്റ് ഒബ്ജക്റ്റിന് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പെർസോണിഫിക്കേഷൻ. ഓക്കെ, സെറ്റ് അല്ലേ? ലീവ്സ് ഇങ്ങനെ ഡാൻസ് ചെയ്തു എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെ എന്താണ്, പെർസോണിഫിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, സെറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെ. ഷി വാസ് ആസ് ബ്രേവ് ആസ് എ ലയൺ. അവൾ ഒരു ലയനെ പോലെ അല്ലെങ്കിൽ സിംഹത്തെ പോലെ എന്താണ്, ധൈര്യശാലിയാണ്, ബ്രേവ് ആണ്, സിംഹത്തെ പോലെ. അതായത് മക്കളെ സിമ്പിൾ ആയിട്ട് പറയാം, ലൈക്കും അല്ലെങ്കിൽ ആസും ഉപയോഗിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാ, ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതായിരിക്കും, സിമിലി ആയിരിക്കും. ലൈക്കോ ആസോ ഉപയോഗിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്, സിമിലി ആയിരിക്കും. ഇവിടെ ഏതുണ്ട്, ആസ് ഉണ്ട്. സോ എന്തായിരിക്കും ഉത്തരം, സിമിലി. ഓക്കെ, കണ്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ലൈക്കോ ആസോ വരികയാണെങ്കിൽ എന്താ, സിമിലി ആണ് കേട്ടോ. ഓക്കെ, ഷീ ഈസ് ഷൈനിങ് ലൈക്ക് എ സ്റ്റാർ, ലൈക്ക്, ഇപ്പൊ എന്താ, സിമിലി. ഓക്കെ, അങ്ങനെ തന്നെ പഠിക്കണേ. ഇനി വേറൊരാളാണ്. ഇവയാളാണ് നമുക്ക് എപ്പോഴും തെറ്റിപ്പോറുള്ള ഒരു സാധനം, നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു സാധനം. ടൈം ഈസ് എ തീഫ് ദാറ്റ് സ്റ്റീൽസ് അവർ മൊമെന്റ്സ്. ഇവിടെ സമയത്തെ ഒരു കള്ളൻ എന്ന് നേരിട്ടങ്ങ് പറഞ്ഞേക്കാം. ഓക്കെ, സമയത്തെ ഒരു കള്ളനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, നേരിട്ട് കമ്പയർ ചെയ്തേക്കാം. ടൈം ഒരു കള്ളനാണ്. പക്ഷെ നമ്മുടെ സിമിലി പോലെ എന്ത് ഉപയോഗിച്ചിട്ടില്ല, ലൈക്കോ ആസോ ഉപയോഗിച്ച് കമ്പയർ ചെയ്തിട്ടില്ല. കണ്ടോ, സമയം ഒരു കള്ളനാണ്. ഓക്കെ, സമയത്തെ കള്ളനുമായിട്ട് കമ്പയർ ചെയ്തു, പക്ഷെ ലൈക്കും ആസും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള കമ്പാരിസൺ, ലൈക്കും ആസും ഉപയോഗിക്കാതെ വരുന്ന കമ്പാരിസൺ ആണെങ്കിൽ മക്കളെ ഉത്തരം ഏതാ, മെറ്റഫർ ആണ്. ലൈക്കും ആസും ഉപയോഗിച്ചുള്ള എന്താണ് കമ്പാരിസൺ ആണെങ്കിൽ അതിന്റെ ഉത്തരം ഏതാ, സിമിലി ആണ്. അങ്ങനെ തന്നെ പഠിക്കുക. ലൈക്കും ആസും വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് കമ്പാരിസൺ ഈസ് സിമിലി. ദെൻ വിതൗട്ട് യൂസിങ് ദാറ്റ് അല്ലെങ്കിൽ ലൈക്ക് ഓർ ആസ്, ദാറ്റ് ഈസ് ഏതാ, മെറ്റഫർ, രൂപകം എന്നൊക്കെ പറയൂട്ടോ മലയാളത്തിൽ. ഓക്കെ, ഇനി അങ്ങനെ തന്നെ പഠിക്കണേ, സെറ്റ് ആകണേ. ഓക്കെ, then അടുത്തതാ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സാധനം, പീറ്റർ പൈപ്പർ പിക്ഡ് എ പെക്ക് ഓഫ് പിക്കിൾഡ് പെപ്പേഴ്സ്. ഇതിനകത്ത് എന്താ യൂസ് ചെയ്തേക്കുന്നത്, ഏതാ വരുന്നത്, പെർസോണിഫിക്കേഷൻ അല്ല, അലിട്രേഷൻ അല്ല, സിമിലി ആണോ മെറ്റഫർ ആണോ? സിമിലി ഒന്നുമില്ല, ലൈക്കും ആസും ഇല്ല, മെറ്റഫർ കമ്പാരിസൺ ഒന്നും നടന്നിട്ടില്ല. സോ ഇയാൾ മാത്രമേ ഉള്ളൂ. അലിട്രേഷൻ ആണ് ഇതിന്റെ ആൻസർ വരിക. എന്തുകൊണ്ട് അലിട്രേഷൻ ആയി എന്നതിന്റെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തുകൊണ്ട് അലിട്രേഷൻ വന്നു നോക്കാം. ഇവിടെ പി എന്ന് പറയുന്ന ലെറ്റർ ഏറ്റവും ഫേമസ് ആയിട്ടൊരു ലൈൻ ആണ്, അതുകൊണ്ട് അത് തന്നെ എടുത്തേ. ഓക്കെ, സോ പി എന്ന് പറയുന്ന ഒരു ലൈനിൽ, സോറി, പി എന്ന് പറയുന്ന ലെറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ മക്കളെ. ഇതിനകത്ത് അലിട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു എന്തിന്റെ റെപ്പറ്റീഷനാ, ഈ പി എന്ന് പറയുന്ന ലെറ്റർ എന്താ, കോൺസണന്റ് സൗണ്ട് ആണ് അല്ലെ. ഇത് സൗണ്ടാ, കോൺസണന്റ് സൗണ്ട് ആണ്. ഓക്കെ, സോ കോൺസണന്റ് സൗണ്ട്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് അലിട്രേഷൻ എന്ന് വിളിക്കാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു പഠിക്കാം,
ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഇനിഷ്യൽ ലെറ്റർ തന്നെ എന്ത് ചെയ്തിരിക്കണം, റിപ്പീറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ ലാസ്റ്റ് ലെറ്ററോ മധ്യത്തുള്ള ലെറ്ററോ റിപ്പീറ്റ് ചെയ്ത് സർ എന്ന് വെച്ചിട്ട് ഞാൻ അലിട്രേഷൻ എക്സാമ്പിൾ ആയിട്ട് എഴുതി, വലിയൊരു തെറ്റാണ്. ഫസ്റ്റ് ലെറ്റർ ബിഗിനിങ് ലെറ്റർ തന്നെ എന്ത് ചെയ്തിരിക്കണം, റിപ്പീറ്റ് ചെയ്തിരിക്കണം. ഇവിടെ നോക്കിയേ, പി ഫസ്റ്റ് ലെറ്റർ അല്ലേ, സോ അതുകൊണ്ടാണ് എന്ത് അലിട്രേഷൻ എക്സാമ്പിൾ ആയത് കേട്ടോ. ഓക്കെ, കോൺസണന്റ് സൗണ്ട് ആണെന്നും കൂടി യൂസ് ചെയ്യണം. ഓക്കെ, കോൺസണന്റ് സൗണ്ട്, അതായത് ഫസ്റ്റ് കോൺസണന്റ് സൗണ്ട് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്തിന്റെ എക്സാമ്പിൾ, അലിട്രേഷൻ. ഇനി അതിന് പകരം വവൽ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്തിരുന്നെങ്കിലോ, യെസ് ദാറ്റ് ഈസ് അസോണൻസ്. ഓക്കെ, തെറ്റിക്കാതെ പഠിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് കോൺസണന്റ് ലെറ്റർ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ലൈനില്ല. അപ്പൊ അതാണ് എന്ത് അലിട്രേഷൻ, ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, സെറ്റ്. ഇനിഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയും. ഓക്കെ, ദെൻ നമുക്ക് ഇനി റൈം സ്കീം കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് വരും. നോക്കാം, ദ പീപ്പിൾ അലോങ് ദ സാൻഡ് all turn and look one way, they turn their back on the land, they look at the sea all day. സുമാർ ലൈന, നാല് വരിയുള്ള ഒരു കുഞ്ഞു പോയ. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, എന്ത് കണ്ടുപിടിക്കാനാ, റൈം സ്കീം കണ്ടുപിടിക്കാനാ. ഓക്കെ, ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, സെറ്റ്. സാൻഡ്, ലാൻഡ്, സെയിം വരുന്ന റൈമിംഗ് വേർഡ്സിന് എ എ, വേ ഡേ, ബി ബി. സോ എങ്ങനെ വരൂ, ഓക്കെ, ഏതാ വരിക, എ ബി എ ബി എ ബി. ഓക്കെ, നിങ്ങൾക്ക് സ്മോൾ ലെറ്റേഴ്സിലോ ക്യാപിറ്റൽ ലെറ്റേഴ്സിലോ എങ്ങനെ വേണോ കൊടുക്കാം കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. ഓക്കെ, എ ബി എന്ന് വരും. എ ബി എവിടെ ഓപ്ഷനിൽ നടക്കും. സോ ആൻസർ ചെയ്ത് വരും എ ബി. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതേപോലെ വേണം എന്ത് ചെയ്യാൻ, റൈം സ്കീം കണ്ടുപിടിക്കാൻ. ഓക്കെ, എപ്പോഴും എ ബി തന്നെ വരൂല, എ ബി സി ബിയോ ഓക്കെ അങ്ങനെയൊക്കെ വരൂ കേട്ടോ. ഓക്കെ, then അടുത്തൊരു ചോദ്യം നമ്മുടെ ടോട്ടോ ചാന്റെ പാഠവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടോട്ടോ ചാൻ വാസ് ഓൺ cloud 9 when her mother granted her permission to join the school excursion. Here the idiom cloud 9 അല്ലെ, നമ്മുടെ ടോട്ടോ ചാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അമ്മ പെർമിഷൻ കൊടുക്കുന്നുണ്ട് സ്കൂൾ ടൂറിന് പോകാനായിട്ട്. സോ അപ്പൊ ടോട്ടോ ചാന്റെ അവസ്ഥ എന്ന് പറയുന്നത് ക്ലൗഡ് 9 അവസ്ഥയിലായി. അപ്പൊ ക്ലൗഡ് 9 എന്ന് വെച്ചാൽ ഒരു ഇഡിയമാണ്. സോ എന്തുവാണ് ക്ലൗഡ് 9 അതിന്റെ മീനിങ് എന്നാണ്, എന്തുമായിരിക്കും ക്ലൗഡ് 9 എന്ന ഇഡിയത്തിന്റെ മീനിങ്, ശ്രദ്ധിച്ചു പഠിക്കാട്ടെ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പാഠവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും കൂടിയാണ്. സോ ഇമ്പോർട്ടന്റ് ആണ്. ക്ലൗഡ് 9 എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? യെസ്, ഇപ്പോ വരൂല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, ശരി, ഇതിനകത്ത് ഏത് വരൂ, എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ആ ഒരു സെന്റൻസസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് എന്താണ്, ഒരു സ്കൂളിൽ പെർമിഷൻ കൊടുക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവൂലല്ലോ, സിക്ക് ആവോ, വറീഡ് ആവോ, ഇല്ല, എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാം. എന്താ, എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. സോ ക്ലൗഡ് 9 എന്ന് വെച്ചാൽ എന്തുവാ, എക്സ്ട്രീംലി ഒരു പീക്ക് ലെവലിൽ എന്ത് ചെയ്യുക, സന്തോഷം അനുഭവിക്കാം. അതാണ് എന്ത് ക്ലൗഡ് 9ന്റെ മീനിങ്. സെറ്റ് അല്ലേ? ഓക്കെ, ഇത് നമുക്ക് അടുത്ത് നോക്കാം. The max text was a piece of cake for Rohan. He finished early and smiled confidently. Here the idiom piece of cake means, for max പരീക്ഷ രോഹന് ഭയങ്കര ഒരു പീസ് ഓഫ് കേക്ക് ആയിരുന്നു എന്നാ പറഞ്ഞത്. അതായത് അവൻ നേരത്തെ എഴുതി കഴിയും, ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം എന്താ, എക്സ്ട്രീംലി എക്സ്പെൻസീവ്, കോസിങ് കൺഫ്യൂഷൻ, വെരി ഈസി ടു ഡു, വെരി ഡിഫിക്കൽട്ട് ടു ഡു. സിമ്പിൾ ആയിട്ട് കിട്ടും. പീസ് ഓഫ് കേക്ക് എന്താ, അപ്പോൾ വെരി ഈസി ടു ഡു. ഇതേ രീതിയിൽ തന്നെ ചോദിക്കണം എന്നില്ല, കുറച്ചും കൂടി എന്ത് ചെയ്യും, കുറച്ചും കൂടി ലെവലിൽ ഹൈ ലെവലിൽ ചോദിക്കും. അപ്പം നമ്മൾ എഴുതുക എന്താണ് നേരത്തെ നമ്മൾ പഠിച്ച ഇഡിയം, ക്ലൗഡ് 9 എന്ന് വെച്ചാൽ എക്സ്ട്രീം ഹാപ്പിനെസ്, പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ വെരി ഈസി ടു ഡു. ഓക്കെ, സെറ്റ് അല്ലേ? ഒന്നുകൂടി പറയാം, ക്ലൗഡ് 9 എന്താ, ഇവിടെ വരൂ, അതായത് എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്, ദെൻ പീസ് ഓഫ് കേക്ക് വെരി ഈസി ടു ഡു. ഇനി ഞാൻ ഒരു ഇഡിയം ചോദിക്കാം, അത് കറക്റ്റ് ആയിട്ട് പറയണേ, നമ്മൾ പഠിച്ച സാധനം. ഫിൽ ദ ബീൻസ്, ഇതെന്താന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ, ഇതിന്റെ മീനിങ് അറിയാവുന്നവർ താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത് നോക്കാം. I had to burn the midnight oil to finish my project before the deadline. Here the idiom burn the midnight oil. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. burn the midnight oil എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ടൈം വേസ്റ്റ് ചെയ്യാന്നാണോ, അല്ലെങ്കിൽ സ്റ്റേ awake ആയിട്ട് വർക്ക് ചെയ്യാന്നാണോ, അല്ലെങ്കിൽ കുക്ക് ഫുഡ് അറ്റ് നൈറ്റ് എന്നാണോ, ടു ഫോർഗെറ്റ് എ ടാസ്ക് എന്നാണോ? എന്തോ മീനിങ്? സിമ്പിൾ. യെസ്, എന്താ, ടു സ്റ്റേ awake and work late. കാരണം എന്താണ്, ഒരുപാട് നേരം ഉണർന്നിരുന്ന് എന്ത് ചെയ്തു, ജോലി ചെയ്തു അല്ലെ. കാരണം എന്താണ്, അവർക്ക് പറഞ്ഞ ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം പ്രോജക്റ്റ്. സോ ഉണർന്നിരുന്ന് എന്ത് ചെയ്തു, ജോലി ചെയ്തു. അതാണ് എന്താ, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ഓക്കെ, സെറ്റ്. ദെൻ ദ വേർഡ് ഫ്യൂച്ചറിസ്റ്റിക്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന വേർഡ് കേൾക്കുമ്പോഴേ നമ്മൾ പോകേണ്ട ചാപ്റ്റർ യെസ് എ റോബോട്ട് വിത്ത് വൈറസ് റിക്കീഡ് എടുത്താണ്. ഓക്കെ, സോ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഫ്യൂച്ചർ എന്നല്ല മോഡേൺ ടെക്നോളജി എന്നാണോ, റിയലിസ്റ്റിക് നൺ ഓഫ് ദീസ്. ഏതാ ഉത്തരം? യെസ്, ഹാവിങ് മോഡേൺ ടെക്നോളജി എന്നാണ് ആൻസർ വരിക. അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക്കിന്റെ ആൻസർ എന്താ, മോഡേൺ ടെക്നോളജി അല്ലെ. ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഒരു മോഡേൺ ടെക്നോളജിക്കുള്ള ഹൗസ്, അതാണ് ഫ്യൂച്ചറിസ്റ്റിക്. ഓക്കെ, സെറ്റ്. റിക്കിയൊക്കെ ഓർമ്മയുണ്ടോ? ഓക്കെ, ദെൻ ഉഷ ഏൺഡ് എ മീഗർ, നമ്മുടെ ചാപ്റ്റർ ആണ് മനസ്സിലായി, ലാസ്റ്റ് ചാപ്റ്റർ ആണ് ബീക്കൺ ഓഫ് ഹോപ്പ്.
ഉഷ ഏൺഡ് എ മീഗർ ഡെയിലി വേജ് ഓഫ് 10 to 20 rupees. അപ്പൊ ഇവിടെ മീഗർ എന്നതിന് ഉത്തരം സ്മാൾ അഥവാ ഇൻസഫിഷ്യന്റ്, കുറച്ച് വേജേ കിട്ടുന്നുള്ളൂ അല്ലെ, കുറച്ച് ശമ്പളം അല്ലെങ്കിൽ എന്താണ് വരുമാനം മാത്രമേ അവർക്ക് ആ ഒരു എന്താണ് ജോലിയിൽ നിന്ന്, എന്തുവായിരുന്നു ജോലി, മാനുവൽ സ്കാവഞ്ചർ, അപ്പൊ ആ ഒരു ജോലിയിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. സോ ഇവിടെ മീഗർ എന്ന് പറഞ്ഞാൽ ചെറിയ വരുമാനം എന്നൊക്കെ അറിയാം. എന്നാൽ ഇവിടെ മീഗറിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ ചോദ്യം വന്ന രീതി ഉണ്ടാവും. മീഗർ എന്ന് വെച്ചാൽ നമുക്കറിയാം സ്മോൾ ആണ്, എങ്കിൽ മീഗറിന്റെ ഓപ്പോസിറ്റ് എന്താണ്, അതാണ് ചോദ്യം മുഴുവൻ വായിച്ചിട്ട് ഉത്തരത്തിലേക്ക് പോകാവൂ കേട്ടോ. ചോദ്യം മുഴുവൻ വായിക്കുക, അല്ലാതെ മീഗർ എന്ന് കാണുമ്പോഴേ അറിയാം ഓക്കെ, അങ്ങനെ ചെയ്യരുത്. ചോദ്യം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം. ഓക്കെ, സോ ഇവിടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് മീഗർ എന്ന വേർഡിന്റെ, അല്ലെങ്കിൽ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് വരും, സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ മീഗറിന്റെ സെയിം മീനിങ് ആണ്. പുവർ വരില്ല, മിനിമൽ വരില്ല. മീഗർ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, കുഞ്ഞതേ ഉള്ളൂ. അപ്പൊ വലുത്, ഒരുപാട് എന്നതിന് എന്തുവാ മീനിങ് വരിക, മീഗറിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, വരൂല. ഓക്കെ, ഇത്ര എന്ത് വരും, പ്ലെന്റിഫുൾ. കാരണം പ്ലെന്റിഫുൾ വെച്ചാൽ ഒരുപാട്. അപ്പൊ മീഗറിന്റെ ഓപ്പോസിറ്റ് എന്താ, മീഗറിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എടുക്കാനുള്ള ഏതാ, പ്ലെന്റിഫുൾ, ഒരുപാട്. ഓക്കെ, സെറ്റ്. സ്കെയേഴ്സ് ഒക്കെ എന്താണ്, മീഗറിന്റെ സെയിം മീനിങ് വരിക കേട്ടോ, കുറച്ചേ ഉള്ളൂ, അതാണ് സ്കെയേഴ്സ്. അടുത്തതാ, ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ദ ഡാഷ് ഓഫ് ഫിഷ് എന്നാട്ടോ, ഡാഷ് ഓഫ് ഫിഷ്. ഫിഷിന്റെ കൂട്ടത്തെ വിളിക്കുന്ന പേരാ എന്തുവാ, ഫ്ലോക്ക്, സ്കൂള്, ഹേർഡ്, ഗ്യാങ്. ഏത് വരും, യെസ്, സ്കൂൾ ഓഫ് ഫിഷ് ആണ്. ഓക്കെ, സ്കൂൾ ഓഫ് ഫിഷ് ആണ്. സ്കൂൾ ഓഫ് ഫിഷ് സെറ്റ് അല്ലേ, എങ്കിലും ഒരെണ്ണം അങ്ങോട്ട് തട്ടെ, എളുപ്പമുള്ളവരണോ. ക്രോസിന്റെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കൂ, കമന്റ് ചെയ്യണേ. ക്രോസിന്റെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കൂ എന്ന് എന്ത് ചെയ്യാം, താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നന്നായിട്ട് നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, ഗ്രാമർ പോർഷനും പ്രിപ്പോഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ നോക്കുക. അതേപോലെ എന്താണ് അലിട്രേഷനും അസോണൻസും പെഴ്സോണിഫിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, സെറ്റ് ആണ്. ഇനി നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്, നമ്മുടെ ന്യൂട്ടൺസിൽ ഇതേപോലെ എന്താണ് ടെലിഗ്രാം ചാനൽ ഇതേപോലെ പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അസേർഷൻ, റീസണിങ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതേ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ന്യൂട്ടൺസിന്റെ ടെലിഗ്രാം ചാനലിൽ വരും. സോ എന്ത് ചെയ്യുക, അതിലൊക്കെ എന്ത് ചെയ്യാൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ന്യൂട്ടൺസിന്റെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലുള്ള പോൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് പഠിക്കാൻ പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് ഈ ഒരു കാര്യം. അതെന്താണ്, നമ്മുടെ ന്യൂട്ടൺസ് February 14 ഒരു USSന്റെ മോഡൽ എക്സാം എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു എക്സാമിൽ ഓക്കെ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക, ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. എന്ത് ചെയ്യുക, February 14 കേട്ടോ. സോ സൂം മീറ്റിംഗിലായിരിക്കും. സോ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമും കൂടി എല്ലാവരും എഴുതി നോക്കുക. ഓക്കെ, സെറ്റ് ആണ്. ദെൻ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.